കമ്പ്യൂട്ടർ സയൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ബൈഫോർഗേഷൻ ചെയ്തിട്ടുള്ളത് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റ് കോഡ് 330. ടോട്ടൽ 29 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്കുള്ളത്. അതിൽ പബ്ലിക് എക്സാമിനേഷന് വെറും 18 ചാപ്റ്റേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് വരുന്നുള്ളൂ. ആ ചാപ്റ്റേഴ്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ടോട്ടൽ കമ്പ്യൂട്ടർ സയൻസിൽ 5 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂള് ബേസിക് കമ്പ്യൂട്ടിങ്. ബേസിക് കമ്പ്യൂട്ടിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്: ചാപ്റ്റർ 2 ബൈനറി ലോജിക്, ചാപ്റ്റർ 4 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ചാപ്റ്റർ 5 ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, ചാപ്റ്റർ 6 കമ്മ്യൂണിക്കേഷൻസ് ഓൺ ഇൻ്റർനെറ്റ്. ഇത്രയും ചാപ്റ്റേഴ്സാണ് മൊഡ്യൂൾ 1 നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി മൊഡ്യൂൾ 2 നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നതെന്ന് നോക്കാം. മൊഡ്യൂൾ 2 ഓഫീസ് ഓട്ടോമേഷൻ. അതിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ്: ചാപ്റ്റർ 8 ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ, ചാപ്റ്റർ 9 സ്പ്രെഡ്ഷീറ്റ്സ്, ചാപ്റ്റർ 10 ഡിജിറ്റൽ പ്രസൻറ്റേഷൻ. അതേപോലെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂള് പ്രോഗ്രാമിംഗ് ഇൻ C++. ഈ മൊഡ്യൂളിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ്: ചാപ്റ്റർ 14 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ചാപ്റ്റർ 15 ഫങ്ഷൻസ്, ചാപ്റ്റർ 16 അറേ, ചാപ്റ്റർ 17 സ്ട്രക്ചർ, ടൈപ്പ് ഡെഫ് ആൻഡ് enumerated data type, chapter 18 classes and objects with constructor and disconstructor, chapter 19 inheritance extending classes, chapter 20 pointer, chapter 21 files. ഇത്രയും ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ ചാപ്റ്റേഴ്സ് പബ്ലിക് എക്സാമിനേഷന് വരെ. അപ്പോൾ ആ മൊഡ്യൂള് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ നാലാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നത് എന്ന് നോക്കാം. നാലാമത്തെ മൊഡ്യൂള് ഡാറ്റാബേസ് കൺസെപ്റ്റ് വെബ് ഡിസൈനിങ്. ഈ മൊഡ്യൂളിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ്: ചാപ്റ്റർ 23 ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ചാപ്റ്റർ 24 വെബ് ഡിസൈനിങ് യൂസിങ് HTML, ചാപ്റ്റർ 25 ഇൻസേർട്ടിങ് ഇമേജ് ആൻഡ് ലിറ്റ്സ് ഇൻ വെബ് പേജ്. ഇത്രയും ചാപ്റ്റേഴ്സാണ് ആ നാലാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഒരു ചാപ്റ്റർ പോലും പബ്ലിക് എക്സാമിനേഷന് വരുന്നില്ല. അപ്പോൾ അഞ്ചാമത്തെ മൊഡ്യൂൾ നോക്കേണ്ട ആവശ്യമില്ല. ആ മൊഡ്യൂളിൽ നിന്നും ഒരു ചാപ്റ്റർ പോലും വരുന്നില്ല. ബാക്കിയുള്ള മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 ഇത്രയും മൊഡ്യൂളുകളിൽ നിന്നാണ് ചാപ്റ്റേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ ആ മൊഡ്യൂളുകൾ കൃത്യമായിട്ട് ഓരോ വിദ്യാർത്ഥികളും പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസിന് നിങ്ങൾക്ക് ട്യൂഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ ട്യൂഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്റർ.